നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം വേഴഗ്രഹത്തിന്റെ മാറ്റത്തെ പറ്റിയാണ്. അപ്പൊ എന്താണ് ഈ വേഴത്തിന്റെ രാശിമാറ്റത്തെ പറ്റി ഇടക്കിടക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഇടക്കിടക്ക് ഇങ്ങനെ വീഡിയോ ഇടുന്നത് എന്താണെന്ന് ചിലവർ ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം അതിന് ശരിയാണ്, അവർ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇവിടെ വേഴം ഇങ്ങനെ രാശി മാറി കളിക്കുകയാണ്. വേഴം മാത്രമല്ല, ചില ഗ്രഹങ്ങൾ ചില സമയങ്ങളിൽ രാശി മാറി കളിക്കും. അതായത് ഒരു രാശിയിൽ നിന്നുകൊണ്ട് മുന്നോട്ടുള്ള രാശിയിലേക്ക് പോയിട്ട് അധികം താമസിയാതെ തിരിച്ച് ഈ രാശിയിലേക്ക് തന്നെ തിരിച്ചു വരും, പഴയ രാശിയിലേക്ക് തിരിച്ചു വരും. അപ്പൊ അതേപോലെ വേഴം വീണ്ടും ഇപ്പൊ രാശി മാറി മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വേഴം മിഥുനൻ രാശിയിലേക്ക്. അപ്പൊ വേഴം നേരത്തെ എവിടെയാണ് നിന്നിരുന്നത്? മിഥുനൻ രാശിയിലാണ്. അപ്പൊ മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴം 2025 ഒക്ടോബർ 18 കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അധികം താമസിയാതെ ഇപ്പോൾ കർക്കിടകൻ രാശിയിൽ നിന്ന് ഈ 2025 ഡിസംബർ 5 വേഴം കർക്കിടകൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ വേഴം എന്നാണെന്ന് പറഞ്ഞാൽ കർക്കിടകത്തിന്റെ ഉച്ചരാശിയാണ്. ആ ഉച്ചരാശിയിൽ നിന്നാണ് വേഴം ഇപ്പം അതിന്റെ നേരത്തെ നിന്നിരുന്ന മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ അപ്പൊ ഒരു ഗ്രഹം നിന്ന രാശിയിൽ നിന്ന് മുന്നോട്ട് പോയിട്ട് പിന്നെ പെട്ടെന്ന് തിരിച്ച് ആ രാശിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനാണ് വക്രഗതി എന്ന് പറയുന്നത്. ഗ്രഹത്തിന്റെ അത് എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ടാവും വക്രഗതി. അപ്പൊ വക്രഗതിയിലാണ് ഗ്രഹം, അതായത് വേഴഗ്രഹം ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ വക്രഗതിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന് ഫലദാനശേഷി കൂടും എന്നാണ് ജ്യോതിഷ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതായത് വക്രഗതിയിലാവുന്ന ഒരു ഗ്രഹത്തിന് ഫലദാനശേഷി കൂടുതൽ തരാൻ പറ്റും. അപ്പൊ അത് ആ ഗ്രഹം തരുന്ന ആ നല്ല ഫലം ഏതെല്ലാം നക്ഷത്രങ്ങൾക്കാണ് കിട്ടുന്നത് എന്ന് ഞാൻ സവിസ്തരം വിവരിച്ചുകൊണ്ട് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ മിഥുനൻ രാശിയിലേക്ക് വേഴം തിരിച്ചു വന്നതിന്റെ പേരിലുള്ള ഈ 6 മാസത്തെ ഫലം ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുകയാണ്. വേഴം വീണ്ടും രാശി മാറുന്നുണ്ട്. അതായത് 2026 ജൂൺ 2 വേഴം തിരിച്ച് കർക്കിടകൻ രാശിയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് വിസ്തരിച്ച് തന്നെയാണ് പറയുന്നത്. ചിലവർക്ക് ഇങ്ങനെ വിസ്തരിച്ച് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടായികയുണ്ടാകാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞാലേ ചിലവർക്കത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ ബോധം കെടുത്തിയിട്ട് ഒരു കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ വിശദമായി തന്നെ പറയണം. അല്ലാതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോന്റെ ലെങ്ത് കൂടുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ചിലവർക്ക് നീരസം ഉണ്ടാവും, എന്നാൽ ചിലവർ ഇത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും ഈ വിസ്തരിച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ പോയ ഗ്രഹം അധികം താമസിയാതെ തിരിച്ചു വരുന്നതിനാണ് വക്രഗതി എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ ഇനി വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് അതിലൂടെ കാണാൻ കഴിയുന്നതാണ്.
അപ്പോൾ മിഥുനൻ രാശിയിൽ വേഴം തിരിച്ചെത്തിയപ്പോൾ ഇനി പറയുന്ന നക്ഷത്രങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്നതാണ്. അതേതാ നക്ഷത്രമാണ്? ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാലി. ഈ നക്ഷത്രങ്ങൾ, അതായത് ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി, ഈ നക്ഷത്രങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് വേഴം വരുന്നത്. അതായത് 9ലേക്കാണ് വേഴം വരുന്നത്. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനം 9ന്റെ 9ാം ഭാവത്തിലേക്കാണ് വേഴം വരുന്നത്, അല്ലെങ്കിൽ വേഴം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ വേഴം 9ന്റെ 9ാം ഭാവത്തിന്റെ ജ്യോതിഷ സംബന്ധമായ പ്രമാണം എന്താണ്? അത് ഞാൻ പറയാം. ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താദ സുതാത്മജ ദാനോപാസന സൗശീല ഗുരുവേ നവമാതമി എന്നാണ് ഈ 9ാം ഭാവത്തിന്റെ, അതായത് 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്, ഭാഗ്യഭാവമാണ് 9. അപ്പൊ 9ാം ഭാവത്തിന്റെ പ്രമാണമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താദ സുതാത്മജ ദാനോപാസന സൗശീല ഗുരുവേ നവമാതമി. അതായത് ഭാഗ്യവും ധർമ്മവും ദയയും പുണ്യവും സൗശീലവും ഒക്കെ ഒന്നിച്ചു വരുന്ന ഒരു സമയം. അതായത് ഈ 6 മാസം, അതായത് ജൂൺ 2 വരെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വേഴം മാറും, രാശി മാറുന്ന. അപ്പോ ഈ വേഴത്തിന്റെ ഈ നിൽപ്പനുസരിച്ച് ഇത് പ്രകാരം ഈ നക്ഷത്രക്കാർക്ക് 2026 ജൂൺ 2 വരെ വേഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പൊ വേഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പൊ വേഴം ആരാണ്? വേഴം സർവേശ്വരകാരകനാണ്, വേഴം ആത്മീയകാരകനാണ്, വേഴം ധനകാരകനാണ്, വേഴം സന്താനകാരകനാണ്. അപ്പോ ഈ ഇങ്ങനെ സർവേശ്വരകാരകനായ വേഴം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക്, ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ലോട്ടറി എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. അതിന് നിങ്ങളുടെ ജാതകത്തിൽ നല്ല സമയവും കൂടി ആയിരിക്കണം കേട്ടോ. ഇത് ഗോചരപരമായ സമയമാണ് ഞാൻ ഈ പറയുന്നത്. ജാതകത്തിൽ നിങ്ങൾക്ക് എന്താണെന്ന് നോക്കിയിട്ട് ജാതകപരമായിട്ടുള്ള നല്ല സമയമാണ്, നല്ല ഗ്രഹത്തിന്റെ ദശാസമയമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ ലോട്ടറി അടിക്കാവുന്ന കാര്യം ആണ് ഈ സമയം. പിന്നെ അതുകൂടാതെ ഈ പണസംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല. അങ്ങനെ പണസംബന്ധമായ കാര്യങ്ങൾ നടത്തിയാൽ അതിലും ഇവർക്ക് നേട്ടം ഉണ്ടാവുന്ന ഒരു സമയം. അതുകൂടാതെ 9 എന്ന് പറഞ്ഞ പിതാവിന്റെ സ്ഥാനം കൂടിയാണ്. പിതാവ്, അച്ഛന്റെ സ്ഥാനമുണ്ട്. അപ്പൊ അച്ഛൻ വഴി എന്തെങ്കിലും കാര്യനേട്ടങ്ങൾ ഇവർക്ക് കിട്ടാനുള്ള ഒരു സമയമാണ് ഇവർക്ക്. പിതാവിന്റെ സ്വത്തൊക്കെ ഭാഗിച്ച് കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ സമയം. അതുകൂടാതെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സമയം കൂടി ആയിരിക്കും ഇവർക്ക്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും പുണ്യസ്ഥലത്ത് പോകാനും തീർത്ഥയാത്ര പോകാനും ഒക്കെ ഇവർക്ക് ഈ സമയം അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബപരമായ ഐക്യം, കുടുംബത്തിൽ സന്തോഷം, മനസമാധാനം, ഇതെല്ലാം ഇവർക്ക് കിട്ടുന്ന, ഈ നക്ഷത്രക്കാർക്ക് കിട്ടുന്ന ഒരു സമയമാണ്. ശ്രേയസ്സും ഉന്നതിയും ഐശ്വര്യവും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഈ വേഴം ഭാഗ്യസ്ഥാനത്തല്ല നിൽക്കുന്നത്, അതും ധനകാരകനായ വേഴോല് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോ വളരെയധികം സാമ്പത്തിക ഉന്നതികൾ
ഇവർക്ക് കാര്യവിജയങ്ങൾ ഇതെല്ലാം ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. സർവേശ്വരകാരകനായ വേടം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങൾ, വേടം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വേടം ഈ നക്ഷത്രക്കാർക്ക് നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അവർക്ക് ഐശ്വര്യപ്രദമാണ് ഈ സമയം. അതായത് ഈ 2026 ജൂൺ 2 വരെ ഈ നക്ഷത്രക്കാർക്ക് ഗജ രാജയോഗത്തിന് തുല്യമായ ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരുന്നതാണ്. അത് രാജയോഗ തുല്യമായ കാര്യങ്ങൾ ഭാഗ്യസ്ഥാനത്ത് വേടം നിൽക്കുമ്പോൾ ഇവർക്ക് വന്ന് ചേരുന്നതാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.